ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വീടിൻ്റെ ഫൗണ്ടേഷൻ കീറാൻ വേണ്ടി ഹിറ്റാച്ചി വന്നതാണ് സൈറ്റിൽ. വീട് പണി സംബന്ധിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ വീടിൻ്റെ മണ്ണെടുക്കുന്നതിൻ്റെ പെർമിറ്റ് എങ്ങനെ ലഭിക്കും, അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കുന്നത് എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കാണാത്തവർ അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളും കൂടെ മനസ്സിലാകും. അതുപോലെ ഒരു ലോഡ് മണ്ണ് നമുക്ക് എത്ര രൂപക്ക് പുറത്തേക്ക് വിൽക്കാം എന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണുക. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കീറുമ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ലാഭമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അതിന് മുന്നായിട്ട് നിങ്ങൾ ടെമ്പററി കണക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ മണ്ണെടുത്തതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് അതാണ്. അതിനായിട്ടൊരു തറ കെട്ടണം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്, എന്നാലേ ടെമ്പററി കണക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം കുറച്ച് കട്ടകൾ ഇറക്കി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ടെമ്പററി കണക്ഷൻ കിട്ടും, പോസ്റ്റ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ പോസ്റ്റ് വലിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആകെ ഒരു കാര്യമാണ്, അതെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളെ അടുത്തുള്ള ഒരു വയർമാനെ കണ്ട അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് അവർ പറഞ്ഞു തരും. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ കീറുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഇത് പലരും ചെയ്യാറില്ല, പക്ഷേ പിന്നെ അത് വളരെ ബുദ്ധിമുട്ടായി മാറും. നമ്മൾ കല്ലുകൊണ്ടാണ്, കരിങ്കല്ല് കൊണ്ടാണ് ഫൗണ്ടേഷൻ കെട്ടുന്നതെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ കീറുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു 6 ലോഡ്, എത്ര ലോഡാണ് വേണ്ടത് അതിൻ്റെ പകുതിയെങ്കിലും നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തെ സൈഡ്, വണ്ടി വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആദ്യം ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഫൗണ്ടേഷൻ്റെ മാർക്ക് ചെയ്ത് ഫൗണ്ടേഷൻ കീറാൻ നോക്കുക. ഇനി ഫൗണ്ടേഷൻ കീറിക്കഴിഞ്ഞാൽ സൈറ്റിലോട്ട് വണ്ടി വരില്ല, പിന്നെ വഴിയിൽ ഇറക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഫൗണ്ടേഷൻ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എത്ര കല്ല് വേണം അതിൻ്റെ പകുതിയെങ്കിലും, ഇനി മുഴുവനായിട്ടും കൊള്ളുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു വെക്കാം. ഇനി കുറേ അധികം സ്ഥലമുള്ളവരാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല. ഒരു 8, 9, 10 സെൻറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു രൂപത്തിൽ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ഫൗണ്ടേഷൻ കീറുന്നതിന് മുമ്പ് കല്ലടിക്കുക. രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ വീടിന് ആവശ്യമായ കക്കൂസിനുള്ള കുഴിയും അതേപോലെ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയും അത് ആദ്യം തന്നെ ചെയ്തു വെക്കുക. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം തന്നെ 2 കുഴികൾക്കും മാർക്ക് ചെയ്ത് ആ കുഴിയിൽ നിന്ന് മണ്ണെടുക്കുകയാണ്. അതായത് ഫൗണ്ടേഷൻ്റെ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ചെയ്താൽ ഫൗണ്ടേഷൻ മാർക്ക് ചെയ്ത് മാഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഈ കുഴി കഴിഞ്ഞിട്ട് മണ്ണ് എടുത്ത് കഴിഞ്ഞിട്ട് ആ മണ്ണ് മൊത്തം സൈഡിലോട്ട് നീക്കിയതിന് ശേഷമാണ് ഞാൻ ഫൗണ്ടേഷന് മാർക്ക് ചെയ്തതും ഫൗണ്ടേഷൻ കീറാൻ നോക്കുന്നതും. ഇപ്പം ഈ ഒരു കുഴീൻ്റെ മേലെയാണ് എനിക്ക് എൻ്റെ വർക്ക് ഏരിയ ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സൗകര്യം കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് ഭാഗം, കുഴിയുടെ ഹാഫ് ഭാഗം വീടിൻ്റെ ഉള്ളിലോട്ടൊക്കെ മാറി സ്ഥല സൗകര്യം കുറവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ പകുതി ഭാഗം വർക്ക് ഏരിയൻ്റെ ഉള്ളിൽ വരും 2 കുഴിയുടെയും. ഇനി നിങ്ങൾ വീട് കെട്ടി വാർത്തതിന് ശേഷമാണ് കുഴി എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ പ്രശ്നമല്ല, വണ്ടി വരാനൊക്കെ സൗകര്യമുണ്ടെങ്കിൽ. എൻ്റെ വീടിൻ്റെ പിൻഭാഗത്താണ് ഈ കുഴി വരുന്നത്. നമ്മൾ തറ കെട്ടി കഴിഞ്ഞാൽ ഒരിക്കലും ഈ കുഴി എടുക്കാനായിട്ട് വണ്ടി ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അപ്പോൾ ആദ്യമേ അത് ചിന്തിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തറ കെട്ടുന്ന കൂട്ടത്തിൽ തന്നെ ഇതിന് ചുറ്റുമുള്ള കെട്ടും നടക്കും. അതുപോലെ ബെൽറ്റ് വാർക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലെ വാർക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗമുണ്ട് ഇങ്ങനെ കുഴി കുഴിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, കല്ലടിക്കുന്ന കാര്യങ്ങളും അതേപോലെ ഈ കുഴി കുഴിക്കുന്ന കാര്യങ്ങളും നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചാൽ പിന്നെ അതൊരു പണിയായിട്ട് വരില്ല. അത് അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞു പോകും. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. പിന്നെ കല്ല് നമുക്ക് ആവശ്യത്തിന് തറ കെട്ടുന്ന സമയത്ത് ആവശ്യം വരുന്നതനുസരിച്ച് നമുക്ക് വഴിയിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ താഴെ, മണ്ണിന് താഴെ അത്യാവശ്യം നല്ല കല്ല് വരും. അത് പെട്ടെന്ന് ചെയ്ത് തീർക്കും. അപ്പം കല്ലെത്തിക്കാൻ കഴിയില്ല. ഈ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്താൽ അത് നമുക്കും പണം കൊണ്ടും ലാഭമാണ്, സമയം കൊണ്ടും ലാഭമാണ്. അതേപോലെ പണിക്കാർക്കും വളരെ ഉപകാരപ്പെടും. ഇനി നിങ്ങൾ 10 സെൻറ്റ്, 15 സെൻറ്റോ 20 സെൻറ്റൊക്കെ ഉള്ള ഫ്ലോട്ടിലാണ് വീടെടുക്കുന്നതെങ്കിൽ അത്ര ബുദ്ധിമുട്ടായി തോന്നില്ല, പിന്നെ ചെയ്താലും മതി. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു 8 സെൻറ്റ് 9 സെൻറ്റിലൊക്കെ വീടെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വീടെടുത്തതിന് ശേഷം നമ്മൾ കുഴി കുഴിക്കുകയാണെങ്കിൽ പിന്നെ ഹിറ്റാച്ചി അങ്ങോട്ട് വരാൻ കഴിയില്ല. പിന്നെ ആളുകളെ വെച്ചിട്ട് കുഴി കുഴിപ്പിക്കേണ്ടി വരും. അത് ഇരട്ടി ചിലവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ തന്നെ അറിയാം, അത് ഇരട്ടി ചിലവായിരിക്കും. ഇനി ചില ഭാഗത്ത് ഈ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ഈ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് ചിലപ്പോൾ പാറകൾ കാണാറുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. സാധാരണയായിട്ട് അവിടെ മനുഷ്യർ തന്നെ സാധാരണ മാനുവലായിട്ട് തന്നെയാണ് കുഴി കുഴിക്കാറുള്ളത്. അവർ കെട്ടൊന്നുമില്ല, കെട്ടൽ കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മേലെ സ്ലാബ് ഇട്ടാൽ മതി. ഇത്ര വലിയ കുഴി എടുക്കേണ്ട ആവശ്യം ഉണ്ടാകാറില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് വരാറില്ല. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ വയനാട്ടിൽ ഏകദേശം ഇങ്ങനത്തെ ഫ്ലോട്ടാണ് കൂടുതലുണ്ടാവുക. മണ്ണായിരിക്കും, പാറ കാണില്ല.
ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളും ഞാൻ പുതിയ പുതിയ വീഡിയോകളായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.